സമാധാനം കെട്ടുപോയ ആളുകൾക്ക് സമാധാനം നൽകുന്ന ജീവൻ നൽകുന്നതുമായ നിത്യമൊഴികൾ കേൾക്കുവാൻ ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇന്ന് നിങ്ങളോട് സുവിശേഷ സന്ദേശം ഈ പ്രദേശത്ത് പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ അബിൻ അവറുകളാണ്. ഈ സുവിശേഷ സന്ദേശം തിരക്കുകളുടെ നടുവിലും അല്പസമയം ശ്രദ്ധിക്കുവാൻ താല്പര്യപൂർവ്വം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. എനിക്ക് നിശ്ചയമായും ഉറപ്പുണ്ട്, ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നൽകുവാൻ, ഒരു ദിശാബോധം നൽകുവാൻ ക്രിസ്തുവിന്റെ വചനത്തെ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സന്തോഷത്തോടെ തിരുവെഴുത്ത് ശ്രദ്ധിച്ചു. ഈ ഉച്ചതിരിഞ്ഞുള്ള സമയക്കാലം വാഴ്ത്തപ്പെടുമാറായി തീരട്ടെ. ഞങ്ങളുടെ ഈ ശ്രവണ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ശ്രമിക്കുന്ന ഈ ദേശത്തിലെ എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വവും നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉച്ചതിരിഞ്ഞുള്ള സമയക്കാലം ഭവനത്തിന്റെ അകത്തും ജോലി സ്ഥലങ്ങളിലുമൊക്കെ വിവിധമായ ജോലികളിലും പ്രവൃത്തികളിലുമൊക്കെ ഏർപ്പെടുന്ന നിങ്ങൾക്ക് ഒരല്പസമയം നിങ്ങളുമായി മാറ്റമില്ലാത്ത ഒരു സന്തോഷ വർത്തമാനം, തിരുവചന സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ വിവിധ പത്രങ്ങളൊക്കെ വരുത്തുന്നവരാണ്. അതിലെ വാർത്തകളൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാണ്, പ്രിയപ്പെട്ടവരാണ് നിങ്ങളിൽ പലരും തന്നെ. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും പത്രങ്ങൾ വരുത്തുന്നവരാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നമ്മുടെ കൈവശം ഇരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ കൂടെ, അതിലൂടെയുള്ള യൂട്യൂബിൽ കൂടെ നമ്മൾ പല ചാനലുകളിലെ വാർത്തകളൊക്കെ നിരന്തരം എന്നോണം ആവർത്തിച്ചുമൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിലെ ടെലിവിഷനിൽ കൂടെ വാർത്തകൾ നിരന്തരം നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. എന്നാൽ വളരെ സങ്കടകരമെന്ന് പറയട്ടെ, നിരാശാജനകമായ ഒരു കാര്യം നിങ്ങളുമായി പ്രസ്താവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ പത്രങ്ങളിൽ കൂടെ വായിക്കുന്ന വാർത്തകൾ, ഞാൻ ടെലിവിഷനിൽ കൂടെ നമ്മുടെ കൈവശം ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഒക്കെ ഏതാണ്ട് 90% വാർത്തകൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതും വലിയ ചോദ്യചിഹ്നങ്ങളെ ഇട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മദ്യത്തിന് പണം കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം മാതാവിനെ തലക്കടിച്ചു കൊന്ന ഒരു മകന്റെ വാർത്ത കഴിഞ്ഞ നാളുകളിൽ ചില പത്രത്താളുകളിൽ വന്നു. അതുപോലെ തന്നെ ഒരു ജീവിതകാലം മുഴുവൻ തങ്ങളുടെ മക്കളെ വളർത്തി അതിനുശേഷം അവർ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തുമ്പോൾ ആ മാതാപിതാക്കളെ തെരുവിലേക്ക് എറിയുന്ന വാർത്തകളൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും. ഈ അടുത്ത കാലത്ത് ഒരു 90 വയസ്സിനോട് അടുത്ത് വരുന്ന ഒരു മാതാവിനെ ഒരു കാട്ടിലേക്ക്, ഒരു വിജനമായ ഒരു സ്ഥലത്തേക്ക് ഒരു മകൻ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് സന്നദ്ധ സംഘടനകളൊക്കെ ആ അമ്മയെ ചേർത്ത വാർത്തകളൊക്കെ യൂട്യൂബിൽ, സോഷ്യൽ മീഡിയയിൽ കൂടെ, ഫേസ്ബുക്കിൽ കൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അവർക്കൊന്നും ആ മാതാപിതാക്കളെ നോക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടല്ല, ഉയർന്ന വരുമാനവും ഉയർന്ന ജോലികളും ഒക്കെയുള്ള മക്കളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുവാനായിട്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്? അതുപോലെ തന്നെ സമ്പത്തിന്റെ പേരിൽ എത്രയോ തട്ടിപ്പുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ചെറിയ വാക്കുകളുടെ പേരിൽ മാത്രം, ചെറിയ തർക്കത്തിന്റെ പേരിൽ മാത്രം എത്രയോ കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതിന് ശേഷം എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കിന്റെ തർക്കത്തിന്റെ പേരിൽ എത്രയോ ക്രൂരമായ കൊലപാതകങ്ങളാണ് ഇപ്പോൾ നടക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങള് എത്രയോ യുവജനങ്ങളാണ് കോളേജുകളിലും ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, സർക്കാർ വൃത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, തെളിവുകൾ പുറത്തുവിടുന്നത്
നമ്മുടെ കൊച്ചി കേരളത്തിലാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള MDMA പോലുള്ള രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ ഇടയാക്കിയിരുന്നത്. എന്നാൽ വളരെ വേദനാജനകവും വളരെ ഭയാനകവുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ ഏതാണ്ട് 10 മുതൽ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് MDMA പോലുള്ള രാസലഹരികൾ ഉപയോഗിക്കുകയും അത് വിൽക്കുകയും അതിന്റെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്നതെന്നുള്ള വളരെ ഭയാനകമായ വാർത്തകളാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലും സർക്കാർ സംവിധാനങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത്. ആ ഒരു അവസരത്തിലാണ് പ്രിയ മാതാപിതാക്കളെ ഞങ്ങൾ വളരെ വിനീതമായി ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ മക്കളുടെ ഭാവി എവിടെയാണ്? സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞു വിടുന്ന നമ്മുടെ മക്കളുടെ ഭാവി അത് എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക ഇടയാക്കുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിന് ആശങ്കകൾ ജനിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ചോദ്യചിഹ്നം ഇടുന്ന, വളരെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഈ വാർത്തകൾ മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അവസരത്തിലാണ് നമ്മുടെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന, ഈ ഭൂമിയുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഈ സന്തോഷ വർത്തമാനം നിങ്ങളുമായി ഈ പകൽക്കാലം തുടർന്ന് ചില മിനിറ്റുകൾക്കുള്ളിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ആ സന്തോഷ വർത്തമാനം? സുവിശേഷമാണ്, ഗോസ്പലാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള ആ സന്തോഷ വർത്തമാനം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വർത്തമാനം അല്ലെങ്കിൽ നല്ല സന്ദേശം എന്താണ് ആ നല്ല സന്ദേശം? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ സന്ദേശമാണ് ആ സുവിശേഷം എന്ന് പറയുന്നത്. ഈ പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ, ആകുലതകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് മറ്റാരെ കുറിച്ചുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മനുഷ്യർക്ക് ലഭിക്കുന്ന പാപക്ഷമയും നിത്യസമാധാനത്തെ കുറിച്ചുള്ള വാർത്തയാണ്, സന്തോഷ വിവരമാണ് ഈ പകൽക്കാലം നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് എല്ലാ വിശ്വാസങ്ങളും വളരെ അർത്ഥശങ്കയില്ലാതെ പറയാൻ ഇടയാക്കുന്നത്. ഏത് വിശ്വാസവും പറയുന്നത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം ഒടുവിൽ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നു. എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്താണ് ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപം? എങ്ങനെയാണ് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നത്? നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോകുമ്പോൾ എത്ര ക്രൂര മനസാക്ഷിയുള്ള, എത്ര പരുക്കനായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ ചുണ്ടിൽ നിന്നും ഒരു പുഞ്ചിരി ആ കുഞ്ഞിന് നേരെ പുറപ്പെടുവിക്കാൻ ഇടയായിത്തീരും. ഒരു ലാളിത്യം, രോമനത്വം ഒരുപാട് ഇടയായി. എവിടെ നിന്നാണ് അത്ര പരുക്കനായ ഒരു വ്യക്തിക്ക് പോലും ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ ഇത്ര പുഞ്ചിരി, ഒരു നൈർമല്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ, പരുക്കനായ വ്യക്തിയുടെ സ്വഭാവത്തിൽ വരുന്നത്? അത് ദൈവികമായി കിട്ടിയ നല്ല ഗുണമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നു പറയുമ്പോൾ ദൈവത്തിന്റെ നല്ല ഗുണങ്ങളായ സ്നേഹവും സത്യസന്ധതയും പരോപകാരവും ദയയും വിശ്വസ്തതയും കാരുണ്യവും ഒക്കെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം, തന്റെ സ്വരൂപ പ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം മനുഷ്യനിലേക്ക് പകരപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടെ വലിയൊരു പ്രളയം വയനാട്ടിൽ വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ശ്രദ്ധേയമായ ഒരു പത്രവാർത്തയാണ്. തിരുവനന്തപുരംകാരനായ ഒരു ചെറുപ്പക്കാരനായ ഓട്ടോ ഡ്രൈവർ തന്റെ ജില്ല ഏതാണ്ട് ചെറുപ്പക്കാരായ കൂട്ടുകാരുമായി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഓട്ടോ ഓടിച്ച് വയനാട് വരെ വന്ന് ആ മരിച്ചവരെ തിരഞ്ഞു കണ്ടുപിടിക്കുന്ന ഉൾപ്പെടെയുള്ള, ഭക്ഷണം കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നോടം വരെ ആ നിത്യവൃത്തി ചെയ്യുന്ന ആ ചെറുപ്പക്കാരനും ഒരു പിടി കൂട്ടുകാരും അത് ചെയ്യുന്ന വാർത്ത ഒക്കെ നമ്മൾ വാർത്തകളിൽ കാണുവാൻ ഇടയാക്കിയിരുന്നു. ഒരാൾ മാത്രമല്ല, പലരും അങ്ങനെ അത്തരമുള്ള ഘട്ടങ്ങളിൽ സഹായിച്ച് നമുക്ക് കാണുവാൻ ഇടയാക്കി. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ആപത് ഘട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഇടയാക്കുന്നത്? ഈ ദൈവികമായ നല്ല ഗുണങ്ങൾ മനുഷ്യന് പകരപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും നല്ല കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുവാൻ ഇടയാക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വളരെ മൃഗീയവും പൈശാചികവുമായിട്ടുള്ള, വേദനാജനകവും നിരാശജനകവുമായിട്ടുള്ള കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുവാൻ ഇടയാക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന് നല്ല പ്രവൃത്തികളെക്കാൾ കൂടുതലായി മനുഷ്യൻ തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാക്കുന്നത്? പാപം മനുഷ്യന്റെ ജീവിതത്തിൽ വാഴുന്നത് കൊണ്ടാണ്. പാപം മനുഷ്യന്റെ ഹൃദയത്തെ, അന്തരംഗത്തെ ഭരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ അധാർമികമായ പ്രവൃത്തികൾ, തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുവാൻ ഇടയായത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നീതിമാൻ ആരുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും തേജസ്സിലും സൃഷ്ടിച്ച ആ ദൈവദത്തമായിട്ടുള്ള നല്ല ഗുണങ്ങളെയൊക്കെ മനുഷ്യൻ തന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് ഏറ്റവും പാപ സ്വഭാവത്തിലേക്ക്, ഏറ്റവും നികൃഷ്ടമായ പ്രവൃത്തിയിലേക്ക് മനുഷ്യൻ വീഴുന്നതിന് കാരണമെന്ന് പറയുന്നത് പാപമാണ്. പാപം മനുഷ്യന് ഭരിക്കുന്നത്
കൊണ്ടാണ് മനുഷ്യൻ ഏറ്റവും അധാർമികമായി പ്രവൃത്തി ചെയ്യുവാൻ ഇടയാക്കിയിരുന്നത്. നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല ഇത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, മറിച്ച് മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പാപ സ്വഭാവമാണ് മനുഷ്യനെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുവാൻ ഇടയാക്കിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തെറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യന് ഒടുവിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള മരണം അവന്റെ ജീവിതത്തിൽ വരുമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, പാപം മൂലം മരണം ഈ ലോകത്തിൽ വാഴുന്നുവെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുവാൻ ഇടയാക്കിയിരുമ്പോൾ ആ പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് വളരെ വ്യക്തമായി ദൈവവചനം നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, 70-80 വയസ്സ് വരെയുള്ള ജീവിതത്തിന് ശേഷം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയാക്കിയിരുന്നു. നമുക്കറിയാം, നിരീശ്വരവാദികളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, 70-80 വയസ്സ് വരെ ജീവിച്ചതിന് ശേഷം ഒരു ചെടി നശിക്കുന്നത് പോലെ, ഒരു മനുഷ്യൻ ഒരു മൃഗം ഇല്ലാതാകുന്നത് പോലെയാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നു. എന്നാൽ വചനം പറയുന്നു, മുഴു ലോകത്തേക്കാൾ വിലയുള്ള ആത്മാവ് ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ടെന്ന്. നാം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചതിന് ശേഷം നമ്മുടെ ശരീരം ഒരുപക്ഷെ അഗ്നിക്കിരയായാലും, ഒരുപക്ഷെ നമ്മുടെ ശരീരം മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നാലും നശിക്കാത്ത ഒന്നുണ്ട്, അത് ദൈവം മനുഷ്യനിൽ പകർന്നു നൽകിയിരിക്കുന്ന ദൈവികമായ ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് പാപം ചെയ്ത് എന്നേക്കും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ഇടയാക്കി. അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ വളരെ വ്യക്തമായി പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ, മനുഷ്യന്റെ നിത്യ ആത്മാവിന് ലഭിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ അയക്കാൻ ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് വളരെ വ്യക്തമായി ദൈവവചനമായ വിശുദ്ധ ബൈബിൾ നമ്മളോട് സുവിശേഷീകരിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഘട്ടത്തിൽ ഈ ഭൂമിയിലെ 70-80 വയസ്സ് വരെയുള്ള ജീവിതത്തിന് ശേഷം നമ്മുടെ ആത്മാവ് മുഴു ലോകത്തേക്കാൾ, ഈ ലോകത്തേക്കാൾ വിലയുള്ള ഒരു മനുഷ്യന്റെ ആത്മാവ് നശിക്കാതിരിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരേ ഒരു പോംവഴി തന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ രക്ഷകനായി സ്വന്തം പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരുവന് പാപക്ഷമയും അതുപോലെ തന്നെ ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം നിത്യമായ ഒരു ജീവിതവും ദൈവവുമായി ലഭിക്കുവാൻ ഇടയാക്കിയിരുന്നു. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തി ദൈവവുമായി അകന്ന മനുഷ്യന് ദൈവം മനുഷ്യരുമായി നിരപ്പിക്കുവാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഏകനാമമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തു നാമം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ച് ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം മരണാനന്തരം നമ്മുടെ ആത്മാവ് നിത്യമായ ദൈവത്തോട് ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.